EMSന്റെയും AKGയുടെയും എല്ലാം നേതൃത്വത്തിന് കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ അവസരം ലഭിച്ച അപൂർവം ചിലരെങ്കിലും നമ്മുടെ യോഗത്തിൽ തന്നെ പങ്കെടുക്കുന്നുണ്ടാവും. കാലം ഇപ്പോഴേറെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലുമെല്ലാം മേഖലകളിൽ ഈ സഖാക്കളെ അനുസ്മരിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ദിവസവും EMSന്റെ സംഭാവനകളെ കുറിച്ച്, AKGയുടെ സംഭാവനകളെ കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ നാട്ടിലുണ്ടാകില്ല. AKGയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ പാർലമെന്റിൽ നയിക്കാൻ നിയോഗിക്കപ്പെട്ട സഖാവായി, അതിനു മുൻപ് സ്വാതന്ത്ര്യ സമര സേനാനിയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി ഒക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ എണ്ണമറ്റ ഏടുകൾ AKGയുടെ നേതൃത്വത്തിലുണ്ട്. മദിരാശിയിലേക്ക് പട്ടിണി ജാഥ നയിച്ച AKG, നവോത്ഥാന നായകനായ AKG, സ്വാതന്ത്ര്യ സമര സേനാനിയായ AKG, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ AKG, അങ്ങനെ എത്ര പേരിലാണ് AKG അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടനോട് ഏറ്റുമുട്ടിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായ AKGക്ക് 12 വർഷമാണ് ജയിലിൽ കിടക്കേണ്ടതായി വന്നത്. AKGയുടെ അത്ര ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന മലയാളികളായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ്. ഒരുപക്ഷെ ഉണ്ടാവാം, പക്ഷെ അധികം ഉണ്ടാവില്ല. 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യ സ്വതന്ത്രയായ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യലബ്ധിയുടെ ആഹ്ലാദത്തിൽ ഉത്സവാന്തരീക്ഷമുണ്ടായ സഖാവ് AKG ജയിലിലായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട AKG 1947 ഓഗസ്റ്റ് 15 ജയിലിൽ കിടന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യപുരതിയെ വരവേറ്റത് എന്നതാണ് പ്രത്യേകത. AKGയെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാരാധ്യരായ നേതാക്കന്മാരെല്ലാം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തവരാണ് എന്ന് ചരിത്രമാണ്. പലപ്പോഴും ചരിത്രത്തിന്റെ വക്രീകരിക്കപ്പെട്ട ഏടുകളാണ് ചരിത്രം എന്ന നിലയിൽ നമ്മുടെ നാട് പഠിക്കാൻ വിനിയോഗിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ചോദ്യം ചെയ്യുന്നത്, എന്നാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ ഏറ്റവും ത്യാഗനിർഭരമായ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് കാണാൻ കഴിയും. അവിഭക്ത പാർട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ CPIM എന്ന നിലയിൽ 1964 പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്താലോ, ചിലരുടെ ധാരണ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് CPIM രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ CPIM നേതാക്കന്മാർക്കൊന്നും പങ്കുണ്ടാവില്ല. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേരവകാശികളായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് CPIM നേതാക്കന്മാരാണ്. അത് മനസ്സിലാക്കാൻ ഒരൊറ്റ ചരിത്ര സന്ദർഭം മാത്രം ഓർമ്മിച്ചാൽ മതിയാണ്. 1964 CPIM എന്ന നിലയിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനമായി നാം പ്രവർത്തനം ആരംഭിക്കുന്നു. സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് സഖാവ് സുന്ദരയ്യയായി. സുന്ദരയ്യ ഉൾപ്പെടെ 9 പേരാണ് CPIMന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോ. നവരത്നങ്ങൾ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നത് ആ 9 പേരെയാണ്. CPIMന്റെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ അന്ന് 9 പേരാണ്. സെക്രട്ടറിയായ സുന്ദരയ്യ, ബസവാപുന്നയ്യ, BT രണദിവെ, ജ്യോതി ബാസു, പ്രമോദ് ദാസ് ഗുപ്ത, EMS, AKG, ഹർകിഷൻ സിംഗ് സുർജിത്ത്, P രാമമൂർത്തി. ഇതാണ് ആ 9 പേർ. ഈ 9 പേരും ബ്രിട്ടനെതിരായി പോരാടി
ജയിലിൽ അടയ്ക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്നതാണ് പ്രത്യേകത. ഈ 9 പേരും കൂടി അനുഭവിച്ച ജയിൽ ശിക്ഷയുടെ കാലയളവ് കൂട്ടിയാൽ 60 കൊല്ലം വരും എന്നതാണ് പ്രത്യേകത. അതാണ് CPIM-ന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം. അതായത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മഹാത്യാഗങ്ങൾ അനുഷ്ഠിച്ചവർ സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി മാറുകയും ആ വീരപൈതൃകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റേത് കൂടിയായി രൂപപ്പെടുകയുമാണ് ചെയ്തത്. അതാണ് നമ്മുടെ അനുഭവം. 1964 ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ പോലും ഇങ്ങനെ ഒരു പ്രത്യേകത കാണാൻ പറ്റില്ല. അതായത് മറ്റൊരു പാർട്ടിയുടെയും ഉന്നത നേതൃത്വം, ആ നേതൃത്വത്തിലുള്ള മുഴുവൻ പേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മറ്റൊരു പാർട്ടിയും 1964 ഇല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഗണ്യമായ ശതമാനം നേതൃത്വത്തിലുള്ളവർ ജയിൽ കണ്ടിട്ടില്ലാത്തവരായിരുന്നു എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് AKGയുടെ സമര പൈതൃകത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള ജയിലുകൾ, രാജമുദ്രയിൽ, കടലൂരിൽ, അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ജയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായി അദ്ദേഹം തുറങ്ങിലടക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനി, തൊഴിലാളി വർഗത്തിന്റെ അനിഷേധ്യനായ നേതാവ് എന്നതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരിലും പ്രമുഖനായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരിൽ കൃഷ്ണപിള്ളയും AKGയും കേളപ്പനുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി നാം ഇപ്പോഴും വായിക്കപ്പെടുന്ന പേരുകളാണ്. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന കേരളം തന്നെയാണ് എല്ലാ കാലത്തുമെന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ചരിത്രം നമ്മോട് പറയും. ജാതീയവും സാമ്പത്തികവുമായ ഉച്ചനീചത്വങ്ങൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, കാരാഗ്രഹവാസം, തുടർന്ന് അടിയന്തരാവസ്ഥ കാലത്തെ പീഡനങ്ങൾ, അതിനെല്ലാം തുടർന്നാണ് 1977 രോഗബാധിതനായി ആരോഗ്യം ക്ഷയിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. AKGയെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ രോഗാതുരനായി അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പോലും ഏറ്റവും നീചമായ രാഷ്ട്രീയാക്രമണത്തിന് വിധേയനായ അനുഭവം AKG അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് പോലും ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യം കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോമാല എന്നായി. രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് ഉപന്യാസം എഴുതുന്നവർ ഈ ചരിത്രമൊന്നും ഓർമ്മിക്കാറില്ല. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെയുള്ള വിമർശനങ്ങളല്ലേ നമ്മൾ ഉയർത്താറുള്ളൂ. രാഷ്ട്രീയ പ്രതിയോഗികളായ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ സന്തോഷിക്കുന്ന മാനസികാവസ്ഥയുള്ള ആരെങ്കിലും ഈ കേരളത്തിലുണ്ടാവും. ഏതൊരാൾ ഏത് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ആളായാലും മരണമടയുന്ന നിമിഷത്തിൽ ആ ദുഃഖത്തിൽ പങ്കാളിയാകാനും ഉറ്റവരെയും ഉടയവരെയും ആശ്വസിപ്പിക്കാനും നടന്നിയല്ലാത്ത ആരെങ്കിലും ഉണ്ടാകും. എന്നാൽ ലക്ഷങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മഹാനായ AKG മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ആ ആശുപത്രിയുടെ മുൻപിൽ പോലും യൂത്ത് കോൺഗ്രസ് മുഴക്കിയ മുദ്രാവാക്യത്തെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസുകാർ ചരിത്രത്തിൽ എവിടെയും ഇന്നില്ല. AKG വിട പറഞ്ഞ് 5 പതിറ്റാണ്ടോളം കാലമാകുമ്പോഴും അഗ്നിസാന്നിധ്യം എന്ന പോലെ കേരളത്തിലെ ഓരോ സാധാരണക്കാരനായ മനുഷ്യന്റെയും ഹൃദയത്തിൽ എല്ലാ അനീതികൾക്കുമെതിരെ പൊരുതുവാനുള്ള ഊർജമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ സഖാവ് EMS, ഇന്ന് EMS വിട പറഞ്ഞ ദിവസമാണ്. 2 ദിവസം കഴിഞ്ഞാൽ AKG ദിനമായി. അതുകൊണ്ടാണ് നാം
EMS AKG ദിനം ഒരുമിച്ച് ആചരിക്കുന്നു. EMSനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്കും മുഖവുരകൾക്കും അതീതമായി ഇത്രമാത്രം ദീർഘവീക്ഷണവും ഭീഷണപരമായ മേധാശക്തിയുമുള്ള ഒരു മനുഷ്യൻ ഒരുപക്ഷെ കേരളത്തിൽ ഇന്നോളം പിറന്നിട്ടുണ്ടാവില്ല. ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് EMSനെ വിശേഷിപ്പിക്കാറുണ്ട്. ആലങ്കാരികതയുടെ സ്പർശം തെല്ലുമില്ലാത്ത യാഥാർത്ഥ്യബോധമുള്ള ഒരു വിശേഷണം മാത്രമാണ്. EMS മരിച്ച സന്ദർഭത്തിൽ വിശ്രുതനായ സാഹിത്യകാരൻ OV വിജയനെ കുറിച്ച് നമുക്കറിയാം. ഖസാക്കിന്റെ ഇതിഹാസവും തലമുറകളും മധുരം കായികയും പ്രവാചകന്റെ വഴിയുമെല്ലാം മലയാളികൾക്ക് സമ്മാനിച്ച അനുഗ്രഹീതനായ എഴുത്തുകാരൻ. പക്ഷേ സർഗധനായ എഴുത്തുകാരൻ എന്ന പോലെ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും വൈകാരികമായി സമീപിക്കുന്ന ഒരാൾ കൂടിയായി. പൊതുവെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും CPIM-മായി തർക്കങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. രൂക്ഷമായ തർക്കങ്ങൾ. CPIM-നെ അദ്ദേഹം പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം ആക്രമണങ്ങളെ CPIM പ്രതിരോധിച്ചിട്ടുണ്ട്. തിരിച്ച് നമ്മളോ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഉയർന്ന ഒരു നിലയിൽ നിന്നുള്ള വിമർശനങ്ങളും വിശദീകരണങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. EMSനെയും അദ്ദേഹം പലപ്പോഴും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഒടുവിൽ EMS രോഗാതുരനായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് EMSനെ കാണണം എന്ന് തോന്നി. അപ്പൊ EMSനെ കാണാൻ അനുവാദം ചോദിച്ചു. EMS അനുവദിച്ചു. EMSനെ സന്ദർശിച്ചു. ദീർഘനേരം ഇരുവരും നിശബ്ദരായിരുന്നു. ഒടുവിൽ OV വിജയൻ ഒരു വാക്കു മാത്രം പറഞ്ഞു. ഞാൻ അങ്ങയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെറുചിരിയോടെ EMS അതിന് മറുപടി പറഞ്ഞു. വിജയനെ ഞങ്ങളും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കാതെ സൗഹൃദാന്തരീക്ഷത്തിൽ അവിടെ നിന്നും OV വിജയൻ ഇറങ്ങി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ EMS അന്തരിച്ച വാർത്ത വന്നു. അപ്പൊ സമകാലിക മലയാളം വാരിക ഒരു അനുസ്മരണം EMSനെ കുറിച്ച് എഴുതാൻ OV വിജയനോട് ആവശ്യപ്പെട്ടു. EMS വിടവാങ്ങി എന്ന വാർത്തയുടെ മുൻപിൽ എന്തെഴുതണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്ന OV വിജയൻ അവസാനം ഒരു വാചകം മാത്രം എഴുതി. ആ വാചകം ഇങ്ങനെയായിരുന്നു: തുച്ഛമായ തർക്കങ്ങൾ നമുക്ക് മറക്കാം, പക്ഷേ അങ്ങില്ലായിരുന്നുവെങ്കിൽ സഖാവേ ഞങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ലാൽ സലാം എന്നാണ് ജീവിതത്തിലുടനീളം EMSനെ വിമർശിച്ച OV വിജയൻ ഒടുവിൽ എഴുതിയ വരി. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്നാണ് അർത്ഥം. EMS എന്ന മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ മലയാളികൾ ഇന്ന് കാണുന്നത് പോലെയാകുമായിരുന്നില്ല എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെയാണ് OV വിജയൻ അടയാളപ്പെടുത്തിയത്. അത് വിട പറഞ്ഞകന്നുപോയ ഒരു നേതാവിനോടുള്ള ആദരവ് പ്രകടമാക്കാൻ ഉപയോഗിച്ച ആലങ്കാരികമായ പദപ്രയോഗമല്ല, മറിച്ച് എന്തായിരുന്നു കേരളം എന്ന് ചരിത്രത്തിലേക്കൊന്ന് എത്തി നോക്കിയാൽ OV വിജയന്റെ അനുസ്മരണ വാചകങ്ങളുടെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാനാവും. 57-ന് മുൻപുണ്ടായിരുന്ന കേരളത്തിന്റെ സ്ഥിതി എന്താണ്? ജാതീയവും സാമ്പത്തികവുമായ ഉച്ചനീചത്വങ്ങളാൽ ശിഥിലമാക്കപ്പെട്ട ഒരു നാട്. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന നിസ്വരായ മനുഷ്യരുടെ നാട് അതായിരുന്നു ഈ കേരളം. മരിച്ചുപോയാൽ മൃതശരീരം മറവ് ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്കുണ്ടായിരുന്നില്ല. വൻകിട ഭൂസ്വാമിമാരുടെ ജന്മിമാരുടെ കാൽ കീഴിലെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വന്ന മനുഷ്യർ, അതായിരുന്നു അനുഭവം. അക്കാലത്തെ മഹാന്മാരായ എഴുത്തുകാരുടെ സാഹിത്യകൃതികളിലൂടെ കടന്നുപോയാൽ അന്നത്തെ മനുഷ്യർ നേരിട്ട ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തകഴിയുടെയും മറ്റും നോവലുകളിൽ പരാമർശിക്കുന്നു. ഒരാൾ മരിച്ചു പോകുന്നു, ആ മൃതശരീരം മറവ് ചെയ്യാൻ മാർഗമില്ല. ഭൂമിയെല്ലാം ജന്മിയുടേതാണ്. പാവപ്പെട്ട മനുഷ്യൻ കർഷകൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നവനല്ല.
ജന്മിയുടെ അളവറ്റ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഭൂമിയുണ്ട്. അവിടെ കർഷക തൊഴിലാളികൾ വേറെയുണ്ട്. പക്ഷെ കൃഷി ചെയ്യുന്ന കർഷകരും ആ ഭൂമിയിൽ അവകാശമില്ല. അവസാനം മൃതശരീരം കായലിൽ ഒഴുക്കി വിടേണ്ടി വരുന്ന ഗതികേട് തകഴിയെ പോലെയുള്ളവർ തങ്ങളുടെ സാഹിത്യ സൃഷ്ടികളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്തെ കേരളീയ സമൂഹം നേരിട്ട, ഒരുപക്ഷെ ഇന്നത്തെ തലമുറ വിശ്വസിക്കാനിടയില്ലാത്ത യാഥാർത്ഥ്യങ്ങളാണ് അതെല്ലാം. അങ്ങനെയുണ്ടായിരുന്ന ഒരു നാടാണ് ഈ കേരളം. ആ കേരളത്തിന്റെ ജാതകം തിരുത്തിക്കുറിച്ച മഹത്തായ ചുവടുവയ്പ്പാണ് 987 ഏപ്രിൽ മാസം 5-ാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട EMSന്റെ നേതൃത്വത്തിൽ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കൈക്കൊണ്ട തീരുമാനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ മറ്റൊരു ദിശയിൽ തിരിച്ചുവിട്ട മഹത്തായ നിയമനിർമ്മാണമായിരുന്നു കുടിയൊഴിക്കൽ നിരോധന നിയമം. ആ നിയമമാണ് ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ലഭിക്കുന്നതിലേക്ക് നയിച്ച നടപടിക്രമങ്ങളുടെ ആദ്യ പടി. അന്നുവരെ മണ്ണിൽ അവകാശമില്ല. ഭൂമി ജന്മിയുടേതാണ്. ജന്മിത്വത്തിന്റെ അന്ത്യം കുറിച്ചു. കുടികിടപ്പ് അവകാശം വ്യവസ്ഥാപിതമാക്കി മാറ്റി. എല്ലാവരും ഒരു തുണ്ട് ഭൂമിയുടെ അവകാശികളായി. സ്വന്തമായി ഒരു പിടി മണ്ണ്. അന്നുവരെ അതൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഗവൺമെന്റിന്റെ തലവനായിരുന്നു സഖാവ് EMS. അതാണ് കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ മാറ്റിമറിച്ച ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചുവടുവയ്പ്. ഇന്നിപ്പോ പല രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ടാവും. നമ്മുടെ നടക്കാവിലും പുത്തങ്കാവിലും പരിസരങ്ങളിലും എല്ലാം കോൺഗ്രസിലും BJPയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. നമുക്ക് അവരോടൊന്നും പ്രത്യേകിച്ച് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ അവർ എങ്ങനെ ഇന്ന് കാണുന്ന നിലയിലെത്തി എന്ന് ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ മഹത്തായ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നില്ലെങ്കിലും നന്ദിപൂർവ്വം പെരുമാറാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ ആ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെടാത്ത പുലഭ്യം പറയുന്നുണ്ടാവും. അതിനെ അവഗണിക്കുക മാത്രമേ തരമുള്ളൂ. ആധുനിക കേരളം രൂപപ്പെട്ടതിന്റെ തുടക്കം അങ്ങനെയാണ്. ജന്മിത്വം അവസാനിച്ചതിന്റെ നാൾ വഴി അങ്ങനെയാണ്. അത് പിന്നീട് സമഗ്ര ഭൂപരിഷ്കരണമായി മാറി. ആ നിയമം പ്രവൃത്തിപഥത്തിലെത്താൻ മഹത്തായ സമരം പിന്നെയും വേണ്ടി വന്നു. അതാണ് 70കളിലെ ഭൂസമരം എന്ന് പറയുന്നത്. ആ മഹാസമരത്തിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് കാണുന്ന കേരളീയ സമൂഹം രൂപപ്പെടുത്തു വന്നത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ നേതൃത്വമായിരുന്നു EMS എന്നതാണ് പ്രത്യേകത. EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ EMSനെ പോലെ ഭീഷണാശാലികളായ ആർജവമുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളാൽ നയിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പോലെ ഒരു പിടി മണ്ണും സുരക്ഷിതമായ ഒരു കൂരയും സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുന്ന വൻകിട ജന്മിമാരുടെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന അടിമകളാകുമായിരുന്നു നമ്മളെല്ലാം എന്നതാണ് വസ്തുത. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളം ഇന്ന് കാണുന്ന കേരളമായി രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള ചരിത്ര പാഠങ്ങൾ. ആ മഹത്തായ നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ നേതാവാണ് EMS. അതോടൊപ്പം EMSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, EMS ഏറ്റവും യുക്തിഭദ്രമായി ഗഹനമായ രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള നേതാവായിരുന്നു എന്നതുകൂടിയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ EMSന്റെ പ്രസംഗങ്ങൾ ഒരുപക്ഷെ നേരിട്ട് കേട്ടിട്ടുള്ളവരാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കാലം മനസ്സിലുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും. സാധാരണഗതിയിൽ ഒരു പ്രഭാഷകന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ശാരീരികമായ പ്രയാസം ഉള്ള നേതാവായിരുന്നു EMS.
അദ്ദേഹത്തിന് കഠിനമായ വിക്കുണ്ടായി, അനർഗളമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്, ആദ്യമായി EMSന്റെ പ്രസംഗം കേട്ട ആ ദിവസം 1995 ജനുവരി മാസം 2-ാം തീയതിയാണ് ഞാൻ EMSന്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്നത്. ഒരു പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യണം. 10,000-കണക്കിന് ആളുകൾ ഒരു മഹാസമുദ്രം പോലെ ആർത്തിരമ്പിയെത്തിയ ഒരു മഹാസദസ് EMSനെ കാണാൻ കേൾക്കാൻ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു വലിയ ഉത്സവം നടക്കുന്ന പൂരപ്പറമ്പിന്റെ പ്രതീതിയാണ്. പക്ഷെ EMS പ്രസംഗ പീഠത്തോടടുക്കുമ്പോഴേക്ക് സമ്പൂർണമായ നിശബ്ദത. 10,000 ഒത്തുകൂടിയ ഒരു മഹാമൈതാനത്ത് ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത എന്നൊക്കെ പൊതുവിൽ നമ്മൾ പ്രയോഗിക്കുന്നത് ആലങ്കാരികത ഒട്ടുമില്ലാതെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന അവസ്ഥ. നിശബ്ദമായി EMSന്റെ ഓരോ വാക്കിനും കാതുകൂർപ്പിച്ചിരിക്കുന്ന ഒരു ജനാവലിയെ ഞാൻ അത്ഭുതത്തോടെ കണ്ടു. മറ്റൊരു നേതാവിന്റെയും പ്രസംഗത്തിൽ ഇന്നോളം ഇങ്ങനെയൊരു ജാഗ്രത പുലർത്തുന്ന ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടേയില്ല. പ്രയാസപ്പെട്ട് പ്രസംഗിക്കുമ്പോഴും ഓരോ വാക്കും ഹൃദയത്തിലേറ്റു വാങ്ങുന്ന ജനം. EMSന്റെ വാക്കുകൾ ലളിതമായി, ചെറിയ വാചകങ്ങൾ, അങ്ങേയറ്റം യുക്തിഭദ്രമായി. പല വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള മനുഷ്യർ, അതിൽ സ്കൂളിലേ പോകാത്തവരുണ്ടാവും, സ്കൂളിൽ മാത്രം പോയിട്ടുള്ളവരുണ്ടാവും, ബിരുദാനന്തര ബിരുദധാരികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കെല്ലാം വിദ്യാഭ്യാസ ഭേദമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ ഏറ്റവും യുക്തിഭദ്രമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുകയായി. ചരിത്രത്തിൽ EMSന്റെ സവിശേഷമായ ഈ വിശകലന ശൈലിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ. 1964 അവിഭക്ത പാർട്ടിക്കകത്തുണ്ടായ പിളർപ്പിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതൊരു പ്രത്യേക ഘട്ടമായി. ഇന്നുള്ള ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയിൽപ്പെട്ടവരുടെ അനുഭവത്തിൽ അതൊന്നും ഉണ്ടാവില്ല, അല്ല ചരിത്ര പാഠമാണ്. 1964 ആ നിലപാട് സ്വീകരിക്കുമ്പോൾ ലോക രാഷ്ട്രീയത്തിന്റെ ഉന്നത സ്ഥാനത്ത് നിലനിൽക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനെ നയിച്ച സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ പാർട്ടിയെ തള്ളിപ്പറയുകയാണ്. പലപ്പോഴും നമ്മൾ റഷ്യയുടെ ആളുകളാണെന്നൊക്കെ പറയും. പക്ഷെ CPIM-നെ തള്ളിപ്പറയുന്ന നിലപാടാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. നമ്മളെ ചൈനയുടെ ആളുകളെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-നെ തള്ളിപ്പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വം എന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രബലമായ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ചൈനീസ് പാർട്ടിയും റഷ്യൻ പാർട്ടിയും, CPIM-നെ അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ ആ ഘട്ടത്തിൽ ചൈനീസ് പാർട്ടിക്കും റഷ്യൻ പാർട്ടിക്കും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ലോകത്തിലെ മഹാഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നമ്മളെ അംഗീകരിച്ചില്ല. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച EMSനെ പോലെ, രണദീപയെ പോലെ, സുന്ദരിയെ പോലെ, AKGയെ പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് ഉറപ്പുണ്ടായിരുന്നു നാം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ശരി. ആ ശരിയായ നിലപാട് ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് ലോകത്തിനാകെ ബോധ്യമാകും. അതുകൊണ്ട് ശരിയായ നിലപാട് ഉയർത്തി ധീരമായി നാം മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ CPI-യുടെ പാർട്ടി കോൺഗ്രസ് നടന്നു. CPI പാർട്ടി കോൺഗ്രസിൽ മുഖ്യാതിഥിയായി സോവിയറ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ ഒരു സഖാവ് പങ്കെടുത്തു. അവരുടെ പൊതുസമ്മേളന നഗരിയിൽ വെച്ച് സോവിയറ്റ് പാർട്ടിയുടെ ഉപഹാരമായി ഒരു രക്തപതാക CPI-യുടെ ജനറൽ സെക്രട്ടറിക്ക് കൈമാറുകയുണ്ടായി. പിറ്റേ ദിവസം മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളിലും വലിയ പ്രാധാന്യത്തോടെ ആ വാർത്ത അച്ചടിച്ചു വന്നു. സോവിയറ്റ് യൂണിയന്റെ പിന്തുണ, അംഗീകാരം CPI-ക്കാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതായിരുന്നു ആ ചിത്രം, വാർത്ത
ഒക്കെ. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ഈ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് EMS ഒരു ലേഖനമുണ്ട്. അന്ന് ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയമായി നാട്ടിൻപുറങ്ങളിലെല്ലാം പടർന്നു പിടിച്ചിരിക്കുന്നത് ഇതാ: CPIയുടെ പാർട്ടി കോൺഗ്രസിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം അതിഥിയായി പങ്കെടുത്ത് അവരുടെ അംഗീകാരത്തിന്റെ പ്രതീകമെന്ന പോലെ രക്തപതാക ഉപഹാരമായി സമർപ്പിച്ചിരിക്കുന്നു. അതിനെ വിശകലനം ചെയ്തുകൊണ്ട് EMS എഴുതിയ ലേഖനത്തിൽ രണ്ട് വാചകമാണ്. ആ വാചകം ഇങ്ങനെയായിരുന്നു: സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ നേടാനാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളായ CPIക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങളാവട്ടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സോവിയറ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവരുടെ അംഗീകാരം നേടാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതായിരുന്നു EMSന്റെ വിശകലനം. ആ 2 വരി വായിച്ചതോടെ ഒരു മലയാളിക്കും അന്നത്തെ ചൂടേറിയ രാഷ്ട്രീയ സംവാദത്തിൽ ഒരു സംശയവും ഇല്ലാതെയായി മാറി. ഇങ്ങനെ രാഷ്ട്രീയം വിശദീകരിക്കാൻ ശേഷിയുള്ള മറ്റാരും ഒരുപക്ഷെ ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ തീക്ഷണ മേധാവിത്വമാണ് 1998 നമ്മെ ഇവിടെ പറഞ്ഞു പോയി. EMS ഇവിടെ പറഞ്ഞപ്പോ CPIM സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റേതായി പുറത്തു വന്ന അനുശോചന സന്ദേശത്തിലെ അവസാന വാചകം EMSന്റെ വിയോഗം നികത്താനാവാത്ത ഒരു വിടവാണ്. പക്ഷേ ഈ നഷ്ടം കൂട്ടായ പരിശ്രമങ്ങളിലൂടെ നാം പരിഹരിക്കും. EMSന്റെ ഓർമ്മകളെ കരുത്തായി സ്വീകരിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നായി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 27 സംവത്സരങ്ങൾ പിന്നിട്ടു. EMS ഇല്ലാത്ത കേരളം, AKG ഇല്ലാത്ത കേരളത്തിന് 48 വയസ്സായി. ഈ 2 മഹാരഥന്മാരായ നേതാക്കന്മാരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ഓർമ്മകളും അവർ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഒരു പാഠപുസ്തകം എന്ന പോലെ നമ്മുടെ മുൻപിലുണ്ട്. അവർ കാട്ടിയ പാതയിലൂടെയാണ് നാം മുൻപോട്ട് പോകുന്നത്. EMSന്റെയും AKGയുടെയും എല്ലാം നേതൃത്വത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കം കുറിച്ച വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മളിപ്പോ മുൻപോട്ട് പോവുകയാണ്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് നാം മുൻപോട്ട് വെച്ച നവകേരളം എന്ന കാഴ്ചപ്പാട്, ആ നവകേരളത്തിന്റെ ആധാരശില, അടിത്തറ 57ലെ ഗവൺമെന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭൂപരിഷ്കരണത്തിലേക്ക് നയിച്ച കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെ അവിടെ നിന്നാണ് ആധുനിക കേരളത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം, 57ലെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ബില്ല് എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറിയ മാറ്റമല്ല. ഇപ്പൊ വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നെറുകയിൽ നാം എത്തി നിൽക്കുന്നു. എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ വളർച്ചയുടെ ഘടകമായി എല്ലാവരും അംഗീകരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റമാണ്, വളർച്ചയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഉദയംപേരൂരിലും പരിസരങ്ങളിലും നമ്മുടെ ഈ പഞ്ചായത്തിലെത്താൻ സ്കൂളിൽ പോകാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല. 5 വയസ്സായ ഒരു കുട്ടി, അങ്ങനെ ഒരു കുട്ടി സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അതിലെന്താണ് ഇത്ര പുതുമ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സ്. അതിൽ പുതുമയുണ്ട്. കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കതിൽ പുതുമ തോന്നാത്തത്. എന്ന് വെച്ചാൽ 5 വയസ്സായ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഈ ഇന്ത്യയിലുള്ളൂ. അതാണ് പ്രത്യേകത. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇന്ത്യയിലെന്ന് മാത്രമല്ല, ലോക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലില്ല. അവിടെ ഇപ്പോഴും തെരുവിലലയുന്ന അനാഥ ബാല്യങ്ങളെ
നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടനിൽ, അമേരിക്കയിൽ ഒക്കെ 19% ആളുകൾ അവിടെ ഇപ്പോഴും നിരക്ഷരരാണ് എന്ന് ഏതോ കണക്കുകൾ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. അതാണ് മുതലാളിത്തത്തിന്റെ പ്രത്യേകത. എത്രമാത്രം വളർന്ന് വികാസം പ്രാപിച്ചാലും എല്ലാവരോടും നീതി ചെയ്യാനും പട്ടിണിക്ക് പരിഹാരം കാണാനും നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യാനും മുതലാളിത്തത്തിന്റെ കീഴിൽ പദ്ധതികളില്ല. മുതലാളിത്തം അടിസ്ഥാനമാക്കുന്നത് ചൂഷണത്തെയാണ് എന്നതുകൊണ്ട് മുതലാളിത്ത സമൂഹത്തിൽ എപ്പോഴും സാമൂഹ്യ അന്തരം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം രൂക്ഷമായി തന്നെ നിലനിൽക്കും. എന്ന് വെച്ചാൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും മറ്റരക്ഷിതാവസ്ഥകൾക്കും പരിഹാരം മുതലാളിത്തത്തിന്റെ നിഘണ്ടുവിലില്ല എന്ന് വർത്തമാനകാല അമേരിക്കയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ കേരളം ലോകത്തിന് ഈ കാര്യത്തിൽ മാതൃക കാണിക്കുന്നു. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന നാടായി നമ്മുടെ കേരളം നിലനിൽക്കുന്നു. അതിന്റെ തുടക്കം 57 ഗവൺമെന്റാണ്. 57 ഗവൺമെന്റ് വരുമ്പോ സൗജന്യ വിദ്യാഭ്യാസം എന്നത് 4ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. അത് കഴിഞ്ഞാൽ ഫീസ് കൊടുക്കണം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് PK ശാരംഗവാണിയുടെ ആത്മകഥ ഇറങ്ങി. നമ്മുടെ PK മേദിനിയുടെ സഹോദരനാണ്. റെഡ് സല്യൂട്ട് എന്നാരംഭിക്കുന്ന അനശ്വരമായ വിപ്ലവഗാനത്തിന് ശബ്ദം നൽകിയ അനുഗ്രഹീതയായ ഗായികയാണ് PK മേദിനി ചേച്ചി. അവരുടെ സഹോദരനാണ് PK ശാരംഗവാണി. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഒരു കാലത്ത് മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ വടക്കൻ പാട്ട് സിനിമകളുടെയും തിരക്കഥ എഴുതിയത്. തുമ്പോലാർച്ച, ഉള്ളിയാർച്ച, കടത്തനാട്ടുമാക്കം തുടങ്ങി കടത്തനാടൻ അമ്പാടി വരെ പുതിയ തലമുറയ്ക്ക് അതൊക്കെ അജ്ഞാതമായ സിനിമകളായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കാലം മലയാള സിനിമയ്ക്കുണ്ടായി. അങ്ങനെ മലയാള ചലച്ചിത്ര പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകൾക്ക് എല്ലാം 10-32 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഒരു പ്രതിഭയായിരുന്നു PK ശാരംഗവാണി. അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് ആത്മകഥയിൽ വിശദീകരിക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്: 4ാം ക്ലാസ്സിൽ നിന്നും ജയിച്ചതിന് ശേഷം എനിക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അദ്ദേഹം എഴുതുന്നുണ്ട്. അക്കാലത്ത് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ മാസം തോറും ഫീസ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം, സാമ്പത്തിക സ്ഥിതി എന്റെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 4ാം ക്ലാസ്സിൽ നിന്നും ജയിച്ചതിന് ശേഷം പിന്നെ സ്കൂളിൽ പോയിട്ടില്ല എന്ന്. അത് അദ്ദേഹത്തിന്റെ മാത്രം അനുഭവമല്ല, ആ കാലത്തെ കേരളീയ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു നേർചിത്രമാണ്. എന്ന് വെച്ചാൽ 987 കാലത്ത്, അതിനു മുൻപ് എല്ലാം സാമ്പത്തിക ഭദ്രതയുള്ള സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രമേ 5ാം ക്ലാസ് മുതൽ പഠിച്ചിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. ആ കാലം മാറിയത് എങ്ങനെയാണ്? 57 EMS ഗവൺമെന്റിന്റെ കാലത്താണ് ചരിത്രത്തിലാദ്യമായി 7ാം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം, ഫീസ് അടയ്ക്കേണ്ട, എല്ലാ കുട്ടികൾക്കും പഠിക്കാം. അങ്ങനെയാണ് 5ലും 6ലും 7ലും ഒക്കെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ പഠിച്ചത്. പിന്നീട് വിമോചന സമരം വരുന്നു. നെഹ്റു ഗവൺമെന്റ് EMS സർക്കാരിനെ പിരിച്ചുവിടുന്നു. അതിനുശേഷം വീണ്ടും EMS മുഖ്യമന്ത്രിയായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 967ലാണ്, 10 കൊല്ലം കഴിഞ്ഞ്. ആ 67 വരുമ്പോ 7ാം ക്ലാസ് വരെ എല്ലാവരും പഠിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നീട് 10 കൊല്ലം കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഒക്കെ ഭരിച്ചു. പക്ഷേ ഈ തുടങ്ങി വെച്ച പരിഷ്കാരം മുൻപോട്ട് കൊണ്ടുപോകണം എന്നവർക്ക് തോന്നിയില്ല. 67 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റാണ് 10ാം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം. കേരളത്തിലെ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ കുട്ടി ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായത് 2ാം EMS ഗവൺമെന്റ് വന്ന് ഈ പരിഷ്കാരം നടത്തിയതിന് ശേഷമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് കേരളീയ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി. നമ്മുടെ ഗവൺമെന്റുകൾ വീണ്ടും ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കേരളീയ വിദ്യാഭ്യാസ മേഖലയെ വിധേയമാക്കി. സൗജന്യമായി ഉച്ചഭക്ഷണം, ആദ്യം ഉച്ചക്കഞ്ഞിയാണ്, ഇപ്പൊ ഉച്ചയ്ക്ക് സമൃദ്ധമായ ഭക്ഷണമാണ്. അതിനൊക്കെ വലിയ പങ്കുണ്ട്. വീട്ടിൽ പട്ടിണിയാണെങ്കിലും കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും അവിടെ നിന്നും ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു.
അപ്പൊ അത് വളരെ പാവപ്പെട്ടവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഒരു പ്രചോദനമായി. ഒരു നേരത്തെ വിശപ്പടക്കുകയെങ്കിലും ചെയ്യുമല്ലോ. നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഇപ്പോഴും ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് കാണണം. അങ്ങനെ വന്ന് ഇപ്പൊ എവിടെ എത്തി? സൗജന്യമായി സ്കൂൾ യൂണിഫോം വരെ കൊടുക്കുന്ന നിലയിലേക്ക്. അവരവരുടെ അളവിനനുസരിച്ച് തയ്ക്കാൻ പാകത്തിന് തുണി, യൂണിഫോമിന് തുണി കൊടുക്കും. അത് തുന്നാനുള്ള തുന്നൽ കൂലിയും കൊടുക്കും. ഇത്തരത്തിലുള്ള നിരവധിയായ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന നാടായി കേരളം മാറിയത്. അങ്ങനെ പോയ കുട്ടികൾ നന്നായി പഠിച്ച് പാസ്സായി വന്നപ്പോ അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു. അവിടെ നിന്നും പഠിച്ച് ബിരുദങ്ങൾ നേടി മത്സര പരീക്ഷകൾ പാസ്സായി കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായി. ഇതിപ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരു വിസ്മയമാണ്. കുഗ്രാമങ്ങളിൽ നിന്ന് ഡോക്ടർമാരുണ്ടാവുക. പല സംസ്ഥാനങ്ങളിലുള്ളവർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും നഗര കേന്ദ്രീകൃതമാണ് വിദ്യാഭ്യാസ പുരോഗതി. നഗരങ്ങളിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ടാവും. അവരുടെ മക്കളെ ഏറ്റവും സമർത്ഥരായി പഠിപ്പിക്കും. ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ ചേർത്ത്. അതൊക്കെ സ്വാഭാവികം. എന്നാൽ ഏറ്റവും സാധാരണമായ ഒരു ഗ്രാമത്തിൽ, ഒരു കുഗ്രാമത്തിൽ, ഒരു കർഷക തൊഴിലാളിയുടെ, ഒരു ചുമട്ട തൊഴിലാളിയുടെ, ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ, മകൾ ഒക്കെ ഡോക്ടറാവുന്നു, എഞ്ചിനീയർ ആവുന്നു, പ്രൊഫസർ ആവുന്നു, സിവിൽ സർവീസ് യോഗ്യത നേടുന്നു. ഇതൊക്കെ ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ മികവാർന്ന ഒരു നാടായി കേരളം വാർത്തെടുത്തതിന്റെ അസ്ഥിവാരമിട്ടത് EMSന്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ ദിശയിൽ നമ്മുടെ ഗവൺമെന്റുകൾ കേരളത്തിന് പുതുവഴി കാട്ടി. തുടർന്ന് വന്ന EK നായനാരുടെ 80-ലെ ഗവൺമെന്റാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ ചരിത്രമൊക്കെ ഇപ്പൊ പലരും മറന്നുപോയി. എങ്ങനെയാണ് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയത്? അവിശ്വസനീയമായിരുന്നു. ആരും അന്ന് വിശ്വസിച്ചില്ല. അന്ന് വരെ പെൻഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് പിരിയുമ്പോ പിന്നീട് മാസം തോറും കിട്ടുന്ന കാശ്, അതാണ് പെൻഷൻ. അപ്പോഴാണ് നായനാരുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു, ഇനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ഒരു ചെറിയ സംഖ്യ കർഷക തൊഴിലാളിക്കും മാസം തോറും കൊടുക്കാൻ പോകും. ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ അന്യന്റെ പാടശേഖരങ്ങളിൽ, കൃഷിയിടങ്ങളിൽ വിയർപ്പൊഴുക്കി ജീവിത സായാഹ്നത്തിൽ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് രോഗാതുരനായി ശയ്യാവലംബിയായി മാറുമ്പോ കുടുംബത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറുന്ന അനുഭവം. അത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന കർഷക തൊഴിലാളിക്ക് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ എന്ന ആദരവ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നു. ഒരു ചെറിയ തുക ഒരു പാരിതോഷികമായി പെൻഷനായി കൊടുക്കുന്നു. എല്ലാം തികഞ്ഞിട്ടല്ല, പക്ഷെ അത്യാവശ്യം മരുന്ന് വാങ്ങാൻ അത് ഉപകരിക്കും എന്ന് കേരളീയ സമൂഹമാകെ സ്വാഗതം ചെയ്ത ഒരു പരിഷ്കാരമായി അത് മാറി. അന്നതിനെ എതിർത്തവരുണ്ട് കേട്ടോ. അന്നതിനെ എതിർത്തു, അതിനെതിരെ സമരം ചെയ്തു. കർഷക തൊഴിലാളി പെൻഷൻ അനാവശ്യ ധൂർത്താണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ സമരം നടന്നു. ആ സമരത്തിന്റെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്ന് പറഞ്ഞ ന്യായം, കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്താൽ അവരത് കൊണ്ടുപോയി കള്ളു കുടിക്കും എന്നായി. ആരെങ്കിലും എവിടെയെങ്കിലും ചിലപ്പോൾ കള്ളു കുടിച്ചിട്ടുണ്ടാവാം, പക്ഷെ പെൻഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ആ ശീലമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തു വന്നിരിക്കും. എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി മാറുന്ന വിപ്ലവകരമായ ഇങ്ങനെയൊരു തീരുമാനത്തെ ഈ വിധത്തിലാണോ കോൺഗ്രസ് കാണേണ്ടിയിരുന്നത്? ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ നിലപാടാണോ എന്നറിയില്ല. ഒരുപക്ഷെ പഴയ കാര്യമോർത്തവർ ലജ്ജിക്കുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ നല്ലത്. ഏതായാലും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ വഴികാട്ടി നാം. പിന്നീടത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു. ഇപ്പോഴോ ഏതെല്ലാം വിഭാഗം ആളുകൾക്കാണ് പെൻഷൻ കിട്ടുന്നത് കേരളത്തിൽ? ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഏതെങ്കിലും ഒരു ദുർബല വിഭാഗം ഇന്ന് കേരളത്തിലുണ്ട്. എത്ര ലക്ഷം പേർക്ക്? 1600 രൂപയായി ഇപ്പൊ പെൻഷൻ.
62 ലക്ഷത്തോളം ആളുകൾക്കാണ് കേരളത്തിൽ അത് കൊടുക്കുന്നത്. ഇതൊരു ആഗോള റെക്കോർഡാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ സമ്പ്രദായം ഇല്ല. ചിലയിടത്ത് ക്ഷേമ പെൻഷനുണ്ട്. പക്ഷെ എത്രയാണ് ക്ഷേമ പെൻഷൻ? 200 രൂപയൊക്കെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. 200 രൂപയാണ് ക്ഷേമ പെൻഷൻ ചില സ്ഥലത്ത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമാണ്. അതാണ് 200 രൂപ. അത് എത്ര പേർക്ക്? ചില സംസ്ഥാനത്ത് 50,000 പേർ, ചില സംസ്ഥാനത്ത് 1,00,000 പേർ, അത്രയൊക്കെ ഉള്ളൂ. കേരളത്തിലോ 62 ലക്ഷം മനുഷ്യർ, 1600 രൂപ. അത് 2500 ആക്കണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്, ആഗ്രഹം. ഏക തടസ്സം മോദി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ സമീപനമാണ്. അധികമായ ഒരു സഹായവും നമുക്ക് വേണ്ട. നമുക്ക് അർഹതയുള്ള വിഹിതം നമുക്ക് തന്നാ മതി, വേറൊന്നും വേണ്ട. അതുകൊണ്ട് ഭംഗിയായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്കാവും. എന്നാൽ കേരളത്തോട് രാഷ്ട്രീയമായ പക കേന്ദ്ര സർക്കാർ തീർക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം തടഞ്ഞു വെക്കുന്നു, ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. ഭരണഘടനാപരമായ അവകാശമാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അവകാശം. അത് തടയുന്നു നിയമവിരുദ്ധമായി. നമുക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇടപെട്ടാണ്, സുപ്രീം കോടതിയിൽ പോയാണ് ഭാഗികമായെങ്കിലും കടമെടുപ്പ് അവകാശം വീണ്ടെടുത്ത് വലിയ തകരാറില്ലാതെ കേരളത്തിലെ കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ നിന്നും കേന്ദ്രം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ നമുക്ക് അർഹതപ്പെട്ട വിഹിതമെങ്കിലും നമുക്ക് അനുവദിച്ചു തന്നാൽ ക്ഷേമ പെൻഷൻ 2500 ആക്കാൻ പറ്റും. പുതിയ വിഭാഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന വിധം പുതിയ പെൻഷൻ പദ്ധതി, വീട്ടമ്മമാരുടെ പെൻഷൻ ഉൾപ്പെടെ ഈ കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സാമ്പത്തിക ഉപരോധം അവസാനിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് 80-ലെ ഗവൺമെന്റ് തുടങ്ങിവെച്ച ക്ഷേമ പെൻഷൻ എന്ന മഹത്തായ ആശയം, കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് തുടങ്ങിവെച്ച മഹത്തായ ആശയം ഇപ്പോ അത് 1600 രൂപയിലെത്തി നിൽക്കുകയാണ്. ഇടയ്ക്ക് ചിലപ്പോൾ 1-2 മാസമൊക്കെ കുടിശ്ശിക വരും. അത് ഈ സാമ്പത്തിക ഉപരോധം കാരണമാണ്. എന്നാലും അത് കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയും 2 മാസത്തെ പെൻഷൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. അത് പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തടസ്സം ഞാൻ ഈ പറഞ്ഞ പ്രശ്നമാണ്, കേന്ദ്രത്തിന്റെ സമീപനമാണ്. 87-ൽ അധികാരത്തിൽ വന്ന നായനാരുടെ ഗവൺമെന്റാണ് സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത, ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ ആനയിച്ചത് ആ ഗവൺമെന്റാണ്. 100% സാക്ഷരത നേടി എല്ലാ മനുഷ്യരെയും സാക്ഷരരാക്കി. അക്ഷരമറിയാവുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസം അത് ചെറുതായിരിക്കില്ല. അത് ലോകത്തിലെ വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസ്മയകരമായ ഒരു അനുഭവമായി. ആ മഹത്തായ കുതിച്ചുചാട്ടത്തിന് കേരളത്തെ പ്രാപ്തമാക്കിയത് നായനാർ ഗവൺമെന്റാണ്. പിന്നീട് നമുക്ക് ഭരിക്കാൻ അവസരം കിട്ടിയത് 96-ലാണ്. അന്നാണ് ജനകീയാസൂത്രണം. പ്രാദേശിക വികസനത്തിന് പുതിയ ഒരു ഇതിഹാസ തുല്യമായ അനുഭവ സാക്ഷാത്കാരമുണ്ടായത് ആ കാലത്താണ്. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ എല്ലാം കൺമുന്നിൽ, ഞങ്ങളുടെ എല്ലാം ഗ്രാമങ്ങൾ, ഞാനൊക്കെ ജനിച്ചു വളർന്നത് ഏറ്റവും കുഗ്രാമം എന്ന് വിശേഷിപ്പിച്ചാൽ പോലും വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആദ്യമായി കറുത്ത നിറത്തിലുള്ള റോഡ് വന്നു. ഇവിടെയൊക്കെ കുറെ കൂടി വികസിച്ച പ്രദേശങ്ങളായതുകൊണ്ട് അതിനു മുമ്പേ വന്നിട്ടുണ്ടാവും, പ്രധാന റോഡാണെന്ന്. പക്ഷെ ഞങ്ങളുടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ ടാർ ചെയ്ത റോഡ് വന്നത് ആ കാലത്താണ്. കേരളത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം കടന്നു വന്നത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി. ഓരോ ഗ്രാമത്തിലും ഏത് വികസനമാണ് വേണ്ടതെന്ന്, റോഡ്, പാലം, സ്കൂള്, അങ്കണവാടി, എന്താണ് ആ ഗ്രാമത്തിന് ഏറ്റവും ആവശ്യമെന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ആ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിയ, ഗ്രാമസഭകൾക്ക് നൽകിയ, അത് പ്രയോഗത്തിൽ വരുത്തിയ ജനകീയാസൂത്രണം. അതാണ് ഗ്രാമീണ വികസനം, ഗ്രാമങ്ങളുടെ മുഖച്ഛായ മാറ്റിമറിച്ചു. ഞാൻ ഓരോന്നായി കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിന്റെ എല്ലാം തുടർച്ചയിലാണ് പിന്നീട് വന്ന ഗവൺമെന്റുകൾ ഇതിനെല്ലാം
കൂടുതൽ ശക്തിപ്പെടുത്തി ഇപ്പോ നവകേരളം എന്ന മഹത്തായ ലക്ഷ്യമുയർത്തി നമ്മൾ മുൻപോട്ട് പോവുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 89 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണ്. ഈ വർഷങ്ങളിൽ കേരളത്തിൽ വന്ന മാറ്റം ചെറുതാണ്. ദുമുഖമാർന്ന വികസനമാണ് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് വൻകിട വികസന പദ്ധതി, കേരളത്തെ ലോക നിലവാരത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന മഹത്തായ വൻകിട പദ്ധതികൾ, അതിൽപ്പെട്ടതാണ് ദേശീയപാത വികസനം. ഇപ്പോ 3/4 പങ്കും പണി കഴിഞ്ഞു, അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2 സർവീസ് റോഡുകൾ കൂടി ചേരുമ്പോൾ 8 വരി പാത, കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണ്. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, K4, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഗെയിൽ പൈപ്പ് ലൈൻ, ഇതെല്ലാം വൻകിട പദ്ധതികളാണ്, ബൃഹത് പദ്ധതികളാണ്. ഒരു ഭാഗത്ത് ഇത്തരം പദ്ധതി, മറുഭാഗത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറുന്ന ക്ഷേമ പദ്ധതികൾ. അതാണ് ഇവിടെ സൂചിപ്പിച്ച പെൻഷൻ, ലൈഫ്. ഇവിടെ സ്വാഗതം പറയുമ്പോ ജയചന്ദ്രൻ ഇവിടുത്തെ അതിന്റെ കണക്ക് പറഞ്ഞു. ലൈഫ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ്. അതാണ് പ്രത്യേകത. അങ്ങനെ ഒരു പദ്ധതി ഇന്ത്യയിൽ എവിടെയില്ല. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ഭവനരഹിതരായ മുഴുവൻ പേർക്കും വീട് നൽകണം എന്നതാണ് ആഗ്രഹം. സ്കെയിൽ വെച്ച് അളന്ന് മുഴുവൻ പേർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാനാവില്ല. എന്നാൽ ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് 5 ലക്ഷം ഭവനരഹിതരായ മനുഷ്യർ സ്വന്തം വീടിന്റെ ഉടമകളായി മാറും എന്നതാണ് ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനൊരു പദ്ധതി ഇന്ത്യയിൽ വേറെയില്ല, ലോകത്തിൽ തന്നെ കാണാൻ പറ്റില്ല. 5 ലക്ഷം മനുഷ്യർ സ്വന്തം വീടിന്റെ ഉടമകളായി മാറുന്നു. ആ വലിയ മഹത്തായ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. സ്വന്തമായ ഒരു വീടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീടെന്ന് പറയുന്നത് എത്രമാത്രം മൂല്യമുള്ള ഒരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് സഹായിക്കുക. അതുകൊണ്ട് മാത്രമാവില്ല ഈ മനുഷ്യർ വീടുണ്ടാക്കുന്നത്. 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ചിലർക്ക് 4 ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ സ്വന്തമായി ഭൂമി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ 4 ലക്ഷം രൂപയോടൊപ്പം സ്വന്തമായ ഒരു അല്പം സമ്പാദ്യം കൂടിയൊക്കെ ചേർത്ത് ഒരു വീട് നിർമ്മിക്കാൻ പറ്റും. സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി വീടുകൾ കൊടുക്കുന്ന പദ്ധതിയും ഈ ലൈഫിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പാർപ്പിട പദ്ധതികൾ ഇത്തരം പദ്ധതിയില്ല. ഉള്ള പദ്ധതികൾ 4 ലക്ഷം പോയിട്ട് 2 ലക്ഷം പോലും ഇല്ല എന്നതാണ്. 72,000 രൂപ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റും. ചിലയിടങ്ങളിൽ അതൊക്കെയാണ് പാർപ്പിട പദ്ധതിക്ക് വേണ്ടി നീക്കുന്നത്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നു. പറഞ്ഞു വന്നത് 5 ലക്ഷം വീട് കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. സ്കൂളുകളിൽ വന്ന മാറ്റം ചെറിയ മാറ്റമാണ്. സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ, നമ്മുടെ അനുഭവത്തിൽ തന്നെ ഈ ചുറ്റുപാടും എത്ര പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെമ്പാടും ഈ മാറ്റങ്ങൾ വന്നു. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഇത്രയും സ്കൂൾ കെട്ടിടങ്ങൾ കേരളത്തിൽ ഒറ്റയടിക്ക് നിർമ്മിക്കപ്പെട്ടത്. അതും ആധുനിക കെട്ടിടങ്ങൾ. ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ് മുറികളാണ്. എല്ലാ ക്ലാസ് മുറികളിലും കമ്പ്യൂട്ടറും പ്രൊജക്ടറും എല്ലാം വന്നു. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയാൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുടെയും അകമ്പടിയോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും എന്ന നിലപാട്. ഇന്ത്യയിൽ മറ്റെവിടെയും ഈ മാറ്റങ്ങളില്ല. ആശുപത്രികളിൽ വന്ന മാറ്റം, ഇങ്ങനെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ മാറ്റം, ഇത് രണ്ടും കൂടി ചേർന്ന വൻകിട പദ്ധതികളും സാധാരണക്കാരെ സഹായിക്കുന്ന ക്ഷേമ പദ്ധതി, ഇത് രണ്ടും ഒരുമിച്ചാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ പവർ കട്ടുണ്ട്. ഇത് ചിലപ്പോ ജനറേറ്റർ ആയിരിക്കും, പക്ഷെ അടുത്ത കടയിൽ നോക്കുന്നത് ലൈറ്റ് ഉണ്ട്. കേരളത്തിൽ പവർ കട്ടില്ല. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോഴോ ആദ്യം അരമണിക്കൂർ പവർ കട്ട്. ഇപ്പൊ ആളുകൾക്കൊക്കെ മറന്നുപോയി. 9 കൊല്ലമായി. മറവി ഒരു പ്രശ്നമാണ്. ആദ്യം അരമണിക്കൂർ പവർ കട്ടായി, പിന്നെ അത് 1 മണിക്കൂറായി.
പിന്നെ അപ്രഖ്യാപിത പവർ കട്ട് എന്ന് വെച്ചാൽ കറണ്ട് പോയാൽ എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ കഴിയും. വന്നാ വന്നു. അതായിരുന്നു ഇരുട്ടിലാണ്ട് പോകുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോഴോ കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. ഒട്ടേറെ ജലവൈദ്യുത പദ്ധതികൾ ദ്രുതഗതിയിൽ ഉൽപാദനക്ഷമമാക്കി. അങ്ങനെ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത നാടായി കേരളത്തെ മാറ്റി. ഇരുട്ടിലാണ്ട് പോയ കേരളത്തെ പ്രകാശത്തിലേക്ക് നയിച്ച സർക്കാരാണ് നമ്മുടെ സർക്കാർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മനുഷ്യർ. ഇനി പഴയ പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും കാലത്തേക്ക് മടങ്ങണം എന്നാരെങ്കിലും ആഗ്രഹിക്കും. ഒരു കാര്യം ഇപ്പോ വ്യക്തമാണ്. നമ്മുടെ സമൂഹത്തിൽ CPIM-നെയും ഗവൺമെന്റിനെയും വിമർശിക്കുന്ന ധാരാളം പേരുണ്ടാവും. വിമർശിക്കുന്നവരോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നല്ല വിമർശനങ്ങൾ ആവശ്യവുമാണ്. കൂടുതൽ ശരിയായ ദിശയിൽ പ്രവർത്തിക്കാൻ വിമർശനങ്ങളും നമ്മെ സഹായിക്കും. അതുകൊണ്ട് വിമർശനങ്ങളോടും തുറന്ന മനസ്സാണ് നമുക്കുള്ളത്. വിമർശനമാകണം എന്നേ ഉള്ളൂ. വിമർശനത്തിന്റെ പേരിൽ അപവാദവും കുലഭ്യവുമായി വന്നാൽ പുല്ലിന്റെ വില കൽപ്പിക്കുകയുമില്ല. അത് വേറെ കാര്യം. വിമർശനം വിമർശനമായിരുന്നാൽ സ്വീകരിക്കും. അപ്പോ വിമർശിക്കുന്നവർ, ചില കാര്യങ്ങളിൽ നമ്മോട് പരിഭവം കാണിക്കുന്നവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നമുക്ക് വോട്ടും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയെല്ലാം ഉള്ളവരെങ്കിലും കേരളത്തിലെ ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ കക്ഷി രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾക്കപ്പുറത്ത് അവരുടെ ഇടയിൽ ദൃഢമായി വരുന്ന ഒരു ബോധ്യമുണ്ട്, ഒരു വിശ്വാസം. അതെന്താണ്? മറ്റൊന്നുമല്ല. എല്ലാ പരിഭവങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുമ്പോഴും എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് LDF ആണ് എന്ന ഉറച്ച ബോധ്യം കേരളത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്നു. UDF ആയിരുന്നു ഇപ്പോ കേരളത്തിൽ ഭരിക്കുന്നതെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? പെൻഷൻ കിട്ടുമോ? കറന്റ് ഉണ്ടാവുമോ? അഴിമതി ഒഴിഞ്ഞ നേരമുണ്ടാവൂ? അധികാരത്തിൽ നിന്ന് 9 കൊല്ലം വിട്ടുനിന്നിട്ടും ചേരിപ്പോരും കാലുപാരനും തൊഴുത്തിൽ കുത്തും അവസാനിച്ചിട്ടില്ല. പത്രക്കാരെല്ലാം ഇരിക്കുന്ന ഹാളിൽ, അവരുടെ എല്ലാം മൈക്കിന്റെ മുന്നിൽ KPCC പ്രസിഡന്റ് ആദരവോടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് നിങ്ങൾ കേട്ടില്ലേ? എനിക്കിപ്പോ മൈക്ക് കൂടി പറയാൻ പറ്റില്ല, പാർട്ടിയിലെ തന്നെ പുറത്താക്കും. ഇതാണ് കോൺഗ്രസിലെ ഐക്യം. ഇതാണ് കോൺഗ്രസ്. അധികാരം ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കത്തിക്കുത്ത് നടക്കൂലേ? ഇതാണ് സ്ഥിതി. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ജനങ്ങൾക്കാവും. അതുകൊണ്ടാണ് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും കേരളത്തിന്റെ വ്യാവസായിക മേഖലയിലെ മഹാവിസ്മയം സഖാവ് പി രാജീവിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വ്യാവസായിക രംഗം കൈവരിച്ച പുരോഗതിയുടെ മുന്നിൽ ശശി തരൂർ അതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനം എഴുതി. അദ്ദേഹം ഇംഗ്ലീഷ് നന്നായി വശമുള്ള ആളായതുകൊണ്ട് മാത്രമല്ല, മലയാള പത്രത്തിൽ ലേഖനം എഴുതിയാൽ ചിലപ്പോൾ ഈ കോൺഗ്രസ്സുകാരെങ്കിലും വായിച്ചാലോ, അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുക. പക്ഷെ പുള്ളിയെ പറ്റിച്ചു. ചില പത്രക്കാരത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇവിടെ പ്രസിദ്ധീകരിച്ചു. അതോടുകൂടി കോൺഗ്രസ്സുകാരത് വായിച്ചു മനസ്സിലാക്കി. അന്നു മുതൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ശശി തരൂരിന്റെ പിതൃപരമ്പരകളെ സ്മരിക്കുകയാണ് കോൺഗ്രസിന്റെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരും. അദ്ദേഹത്തെ തന്നെ കുറിച്ചിട്ട് വല്ല കാര്യം? അദ്ദേഹം കൺമുന്നിൽ കണ്ടൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അപ്പോ അത് അടുത്ത ആൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം KPCC-യുടെ മുൻ പ്രസിഡന്റായിരുന്ന ആളാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്: ഒരു മൂന്നാം ഊഴത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോ കേരളത്തിൽ. പറഞ്ഞത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാനാവുന്ന സ്വീകാര്യമായ ഭരണ നടപടികളുമായി നമ്മുടെ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നു. ഏത് ഘട്ടത്തിൽ സമ്പൂർണമായി കേരളത്തെ തകർക്കാൻ ലക്ഷ്യം വെച്ച് കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം നടപ്പാക്കിക്കൊണ്ട് ഈ നാടിനെ സാമ്പത്തികമായി പട്ടിണിക്കിടാൻ കേന്ദ്ര സർക്കാർ നീതീകരിക്കാനാവാത്ത എല്ലാ ക്രൂരതകളും ചെയ്യുമ്പോൾ
അത് അസാധാരണമായ ധനകാര്യ മാനേജ്മെന്റിന്റെ മികവാണ്. സഖാവ് കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ധനവകുപ്പ് പാഴ്ചെലവുകൾ ഇല്ലാതാക്കിയും നികുതി കുടിശ്ശികകൾ പരമാവധി പിരിച്ചെടുത്തും ഏറ്റവും ഫലപ്രദമായ ആസൂത്രണത്തിലൂടെ അങ്ങനെയാണ് പോകുന്നത് കേരളം. അതുകൊണ്ടാണ് ട്രഷറി കൂട്ടാത്തത്. ഇപ്പൊ രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവന വായിച്ചില്ല നിങ്ങൾ? ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങും എന്നാണ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മുടങ്ങിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് മുടങ്ങാത്തത്? മുടക്കാനാണ് നോക്കുന്നത്. നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്ന കേരളത്തിന്റെ ശത്രുക്കളായ സംഘപരിവാരത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ജീവൻ പോയാലും തോൽക്കില്ല എന്ന വാശിയോടെ ഈ കേരളം അസൂയാവഹമായ നിലയിൽ മുൻപോട്ട് പോവുക. കേരളത്തെ തകർക്കാൻ ഈ ശക്തികളുമായി കൂട്ടുചേർന്നാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു സമരം നടക്കുന്നു. ആശാ വർക്കർമാരുടെ പേരിലാണ്, ആശമാരുടെ പേരിൽ നടക്കുന്ന സമരം. ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഹൃദയസ്പന്ദനങ്ങളാണ്, നമ്മുടെ സഹോദരിമാരല്ല. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ തന്നെ ആശാ വർക്കർമാരുണ്ടാവും. അവരുടെ സേവനം നിലനിൽക്കാനാവാത്തതാണ്. സത്യത്തിൽ ഇപ്പൊ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി കിട്ടിയാലും ഒട്ടും അധികമല്ല. അതാണ് നമ്മുടെ നിലപാട്. അവരുടെ എല്ലാ ആവശ്യങ്ങളോടും അനുകമ്പയോടുകൂടിയ നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? ഇതൊരു സ്കീമാണ്. ആശ എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. അത് കേരള ഗവൺമെന്റിന്റെ അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ. നമ്മളല്ല അതിന്റെ ആളുകൾ, കേന്ദ്ര ഗവൺമെന്റാണ്. ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇവർ തൊഴിലാളികളല്ല, ഇവർ ജീവനക്കാരല്ല. പിന്നെ ആരാണിവർ? വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ. അങ്ങനെയാണ്. അങ്ങനെ എന്തിനാ എഴുതി വെക്കുന്നത്? സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പിന്നെ കാശ് കൊടുക്കണം. മനസ്സിലായി? അതാണ് ലക്ഷ്യം. അപ്പൊ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിൽ നിയോഗിക്കപ്പെട്ടവരാണ്. അവർക്കൊരു തുച്ഛമായ പ്രതിഫലമാണ് കേന്ദ്രം കൊടുക്കുന്നത്. സംസ്ഥാനം എന്ന നിലയ്ക്ക് ഓരോ സംസ്ഥാനങ്ങളും അവരവർക്ക് കഴിയുന്ന ചെറിയൊരു പൈസ കൂടി കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. 13,000 രൂപ വരെ. എല്ലാവർക്കും 13,000 ഒന്നും കിട്ടില്ല. ചിലർക്ക് 12,000, ചിലർക്ക് 11,500, ചിലർക്ക് 10,000. ഇൻസെന്റീവ് എല്ലാം കൂടി വരുമ്പോഴാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷേ 13,000 രൂപ വരെ കേരളത്തിൽ ആശമാർക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു 25,000 കൊടുത്താലും തരക്കടില്ല. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. കർണാടകയിൽ എന്നൊക്കെ പറയുന്നത്, കർണാടക പറയുന്നുണ്ട് സംസ്ഥാനം തന്നെ 10,000 കൊടുക്കണം. കൊടുത്തിട്ടില്ല. കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. 5,000 രൂപയാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളോ? നമ്മൾ എത്ര കൊടുക്കുന്നു? ആർക്കെങ്കിലും അറിയോ? കേരളത്തിൽ കൊടുക്കും 7,000. നമ്മളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ ആശമാരുടെ പേരിൽ ഒരു സമരം നടക്കുന്നു. ആ സമരത്തോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ നടത്തേണ്ട സ്ഥലം മാറിക്കുന്നു. അതാണ് പ്രശ്നം. സ്ഥലം മാറിക്കുന്നു. നടത്തേണ്ടത് പാർലമെന്റിന്റെ മുമ്പിലാണ്, ഡൽഹിയിലാണ്. ആശമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പ്രഖ്യാപിക്കണം. അവരെ മനുഷ്യരായി കാണണം. അവരെ ജീവനക്കാരായി അംഗീകരിക്കണം. അവർക്ക് മിനിമം വേതനം കൊടുക്കണം. അതിനെല്ലാം അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. നമുക്ക് അതിനുള്ള അധികാരമില്ല. വില്ലേജ് ഓഫീസിൽ ചെയ്യേണ്ട സമരം പോസ്റ്റ് ഓഫീസിൽ പോയി ചെയ്തിട്ട് കാര്യമില്ല. സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യണം. മുദ്രാവാക്യം മുഴക്കേണ്ടിടത്ത് മുദ്രാവാക്യം മുഴക്കണം. ആശമാരോട് അങ്ങേയറ്റം അനുഭാവമുള്ള ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന വിഹിതമായി അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഗണ്യമായ തുക ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ നടുവിലും അവർക്ക് നൽകുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ എന്താണ് കൈമാറിത്തേക്കുന്നത്? ആ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി വരികയാണ്. അപ്പൊ ആ കേന്ദ്രമന്ത്രിയെ തടഞ്ഞു വെച്ച് സമരം ചെയ്യണ്ടേ? അയാളല്ലേ കേന്ദ്രത്തിൽ ഇടപെട്ട് നിയമം ഭേദഗതി ചെയ്ത് ഈ ആശമാരെ മനുഷ്യരായി അംഗീകരിച്ച് അവർക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പുവരുത്തേണ്ട ആള്? ഒരു പ്രശ്നവുമില്ല. മന്ത്രി വന്നപ്പോ ആവണിപ്പന്തൽ പാടിയിട്ട് വരവേൽക്കുകയാണ്. ഇത് മന്ത്രിയോടൊപ്പം ചുവട് വയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇത് ആശമാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സമരമല്ല. പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരുടെ പേര് കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കാൻ ഒരു കൂട്ടം അരാജകവാദികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നേതൃത്വം കൊടുക്കുന്ന സമരമാണ്. ആ സമരത്തിന്റെ പിന്നിലൊന്നും ഭയപ്പെട്ടു പോവില്ല. ലോകം കണ്ട ഏറ്റവും വലിയ സമരം നടത്തിയ ആളുകളാണ് നമ്മളൊക്കെ.
ആ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം. ഒരു സമരത്തെയും അടിച്ചമർത്താനോ ചോരയും മുക്കിക്കൊല്ലാനോ നമുക്ക് ഉദ്ദേശവുമില്ല. പക്ഷെ ഈ സമരത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ തുറന്നു കാണിക്കും. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ദുർബലമായ ഒരു വാക്കെങ്കിലും പറയാൻ കെൽപ്പ് കാണിക്കാതെ ആശാ വർക്കർമാർ നേരിടുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ ഉത്തരവാദികളെ മറച്ചുപിടിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തുന്നതിന്റെ രാഷ്ട്രീയ താല്പര്യം ഞങ്ങൾ തുറന്നു കാണിക്കും. അത്രമാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നവും. ഇത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാവുകയും ഇപ്പൊ തന്നെ സമരം തുടങ്ങിയപ്പോഴുള്ള അന്തരീക്ഷമല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നില്ല. ഇപ്പൊ പറയുന്നത് അയ്യോ പാവപ്പെട്ടവര് വെയിൽ കൊള്ളുന്നു, അവര് മഴ കൊള്ളുന്നു, അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ. അവര് വെയിൽ കൊള്ളിച്ചതാര്? ആ സമരത്തിലുള്ളവര്. അവര് വെയിലും മഴയും കൊള്ളുമ്പോൾ ആഹ്ലാദിക്കുന്നവരാണോ? നമ്മളല്ല. നമുക്കും വിഷമമുണ്ട്. ആ വിഷമം പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിക്കണം. അതിന് നമുക്ക് കൂട്ടായിട്ട് സമരം ചെയ്യാം എന്ന് മാത്രമേ അത്തരം കാര്യങ്ങളോട് പറയാനുള്ളൂ. പറഞ്ഞു വരുന്നത്, നേരായ മാർഗത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ കേരളത്തിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന് കാണുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന പരിശ്രമമാണ് ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ശരിയായി തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. കാരണം വർത്തമാനകാല ഇന്ത്യയിൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മറ്റൊരു ഗവൺമെന്റും ഇപ്പോഴില്ല. നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുർബലമായ ഒരു വിഭാഗം. ഈ കൂട്ടത്തിൽ ഉണ്ടാവും തൊഴിലുറപ്പിന് പോകുന്ന സഖാക്കൾ. തൊഴിലുറപ്പിനോട് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താ? നാളെ ആ രംഗത്തെ തൊഴിലാളികൾ സമരം ചെയ്യേണ്ടി വരും. ഞാൻ ലളിതമായ ഒരു കണക്ക് മാത്രം സൂചിപ്പിക്കാം. 2023-24 വർഷം 10 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് ലഭിച്ചത്. തൊഴിൽ ദിനം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി ഒരു ദിവസം ജോലി ചെയ്താൽ അത് ഒരു തൊഴിൽ ദിനം. ഇപ്പോ ഉദയംപേരൂർ പഞ്ചായത്തിൽ 100 തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു ദിവസം ജോലി ചെയ്താൽ അതിനെ 100 തൊഴിൽ ദിനം എന്ന് പറയും. അങ്ങനെ 10 കോടി തൊഴിൽ ദിനമാണ് 2023-24 ഉണ്ടായിരുന്നത്. 24-25 ആയപ്പോഴോ കഴിഞ്ഞ വർഷം അത് 6 കോടി തൊഴിൽ ദിനങ്ങളായി വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭ്യമായ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞു. 2025-26 വരും വർഷമോ ഇപ്പൊ അതിന്റെ ചർച്ച കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെട്ടത് 11 കോടി തൊഴിൽ ദിനങ്ങൾ വേണം എന്നാണ് ആവശ്യം. അനുവദിക്കപ്പെട്ടത് എത്രയാണ്? 5 കോടി തൊഴിൽ ദിനങ്ങൾ എന്ന് വെച്ചാൽ 2023-24 10 കോടി തൊഴിൽ ദിനങ്ങൾ, 24-25 6 കോടി തൊഴിൽ ദിനങ്ങൾ, 25-26 5 കോടി തൊഴിൽ ദിനങ്ങൾ. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചതുമായി താരതമ്യപ്പെടുത്തിയാൽ നേർ പകുതിയാണ് അടുത്ത വർഷം ലഭിക്കാൻ പോകുന്നത്. 2023-24 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയ തൊഴിലിന്റെ നേർ പകുതിയായിരിക്കും അടുത്ത സാമ്പത്തിക വർഷത്തിൽ കിട്ടാൻ പോകുന്നത്. ഈ ചതിക്കെതിരെ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ വാർത്ത ദേശാഭിമാനിയല്ലാതെ മറ്റേതെങ്കിലും ഒരു പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ പകുതിയായി വെട്ടിക്കുറച്ച് നമ്മളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഉരിയാടുന്നുണ്ടോ? ഇങ്ങനെ കേരളത്തെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കളാണ് ചുറ്റുമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ വിപ്ലവ പൈതൃകം ഉയർത്തിപ്പിടിക്കാനും ഏറ്റവും അന്തസ്സുറ്റ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നിലനിർത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നെ ജീവൻ പോലെ കണക്കാക്കി സംരക്ഷിക്കാൻ നമ്മുടെ മുൻ തലമുറയെ പോലെ നമുക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി അനശ്വരരായ സഖാക്കൾ EMS-ന്റെയും AKG-യുടെയും മരണമില്ലാത്ത ഓർമ്മകൾ അലയടിക്കുന്ന ഈ ഓർമ്മ ദിനം സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.